ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. സ്നേഹിക്കപ്പെട്ടവരെ, ലോകരക്ഷകനായ യേശു തമ്പുരാൻ്റെ ജനനമാണല്ലോ ക്രിസ്മസിൻ്റെ ഇതിവൃത്തം. ഏദനിൽ തകർക്കപ്പെട്ടതായ ദൈവജന ബന്ധം അത് വീണ്ടും യോജിപ്പിക്കുന്നതാണ് കർത്താവിൻ്റെ ജനനം. അതിനുശേഷമുള്ള ജീവിതം, തൻ്റെ ജീവിതത്തിൻ്റെ പരമകാഷ്ഠയായ ക്രൂശുമരണവും എല്ലാം ദൈവിക രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ദൈവിക കൽപ്പന പ്രകാരം ഈ ലോകത്തിന് സമാധാനം കൈവരിക്കുന്നതിന്, ലോകവും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതിന്, ദൈവികമായി മനുഷ്യന് നൽകിയതായ നന്മകൾ നഷ്ടത്തിൽ നിന്ന് അത് ലാഭത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാണ് ക്രിസ്മസ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആകാശവും ഭൂമിയും തമ്മിൽ സ്പർശിക്കുന്നതായ ദിവ്യ അനുഭവമാണ് ക്രിസ്മസിനുള്ളത്. മനുഷ്യന് നഷ്ടപ്പെട്ടതായ ദൈവസ്നേഹത്തെ ഇന്ന് വിളിച്ച് വേർതിരിച്ച് സ്നേഹത്തിൻ്റെ ബന്ധാവിലേക്ക് കൊണ്ടുവരികയാണ്. മനുഷ്യന് നഷ്ടപ്പെട്ടതായ മഹത്വത്തിൻ്റെ വസ്ത്രം ഈ തിരുപ്പിറവിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. മനുഷ്യന് നഷ്ടപ്പെട്ടതായ ദൈവിക സ്വാതന്ത്ര്യം ഈ തിരുപ്പിറവിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. മനുഷ്യന് നഷ്ടപ്പെട്ടതായ നിത്യജീവൻ ഈ തിരുപ്പിറവിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. സ്വർഗം ഭൂമിയെ തൊട്ട് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവിക പദ്ധതിയും ആദാമിൻ്റെ മക്കളാകുന്ന മനുഷ്യരുടെ അശ്രാന്ത പരിശ്രമവും തമ്മിൽ സ്പർശിക്കുന്ന സ്ഥലമാണ് ബേദലഹീം ഓഫർത്ത അഥവാ പുൽക്കൂട്. ആ പുൽക്കൂട്ടിലെ സംഭവങ്ങൾക്ക്, ആ രക്ഷാകര പദ്ധതിക്ക് ആക്കം കൂട്ടുന്നതിനും അതിൻ്റെ നടപടിക്രമങ്ങൾക്കും സ്വർഗമേറെ പദ്ധതികൾ തയ്യാറാക്കി. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കപ്പെടേണ്ടതായ രംഗം പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. ആരും വിളക്ക് കൊളുത്തി അതിനെ പറകൊണ്ട് മൂടുകയില്ല, അത് അറകളിൽ വയ്ക്കുകയില്ല, അത് കട്ടിൽ കീഴയിൽ മൂടി വയ്ക്കുകയില്ല. എന്നാൽ അത് എല്ലാവർക്കും വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്ര വയ്ക്കുന്നത്. ഇത് വേദപുസ്തകത്തിൽ കർത്താവ് തരുന്നതായ സുവിശേഷമാണ്. വാസ്തവത്തിൽ ഇത് പൂർണ്ണമായി അന്വർത്ഥമായത് പരിശുദ്ധയായ കന്യക മറിയാമിലാണ്. നസറേത്തിലെ എളിയ ഭവനത്തിൽ പ്രാർത്ഥനയിലും ജാഗരണത്തിലും കഴിഞ്ഞിരുന്ന നസറേത്തുകാരി പെൺകുട്ടിക്ക് സ്വർഗത്തിൻ്റെ നിയോഗമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സംഭവം. നീ ഗർഭിണിയാകുമെന്നും നീ ഒരു മകനെ പ്രസവിക്കുമെന്നും അവനെ യേശുവെന്ന് പേരിടണമെന്നും ഒക്കെയുള്ളത് അവൻ്റെ ദൗത്യത്തെക്കുറിച്ച് വരെ കന്യക മറിയാമിനോട് പറയുമ്പോൾ ആ ബാലിക പറയുകയാണ്, ഞാൻ പുരുഷനെ അറിയാത്തതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ആ പരിശുദ്ധാത്മാവിൻ്റെ വരവാണ് മാതാവിൻ്റെ ജീവിതത്തിൽ രക്ഷണ്യ പ്രവർത്തനത്തിനായി സജീവമാക്കുവാനും സജ്ജമാക്കുവാനും കാരണമായത്. സ്വർഗനിയോഗത്താൽ ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ സ്വർഗീയ പരിശുദ്ധൻ്റെ ഇടപെടലാൽ നീ ഗർഭിണിയാകുമെന്ന് പറയുമ്പോൾ കന്യക മറിയാം, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ആശംസയെ ആത്മാർത്ഥമായി സ്വീകരിച്ചു. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിപത്ത് അതാണ്. വേദപുസ്തകത്തിൽ ധാരാളം മുന്നറിയിപ്പുകളുണ്ട്. നാം ജീവിക്കുന്നത് നിത്യരാജ്യത്തിൻ്റെ അവകാശത്തിനാണ്. നിത്യരാജ്യ അവകാശികളായി ഭവിക്കുന്നതിന് വിശുദ്ധ വേദപുസ്തകത്തിൽ പിതാക്കന്മാരും ധാരാളം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ നാം എത്രമാത്രം ഗൗരവത്തോടുകൂടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ക്രിസ്മസിന് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതായ ഒരു ചിന്ത. ഈ ഗർഭധാരണ വാർത്ത അറിഞ്ഞ് തൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ താൻ ഗർഭിണിയാണ്
എന്ന് ലോകം അറിഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷകളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവളാണ് വിശുദ്ധയായ കന്യകമറിയം. വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടി ഗർഭസ്ഥ അവസ്ഥയിലായാൽ അന്നത്തെ സമൂഹം എന്ന് മാത്രമല്ല ഇന്നത്തെ സമൂഹവും അതിനെ എത്ര ദോഷൈക ദൃക്കുകളോടെയാണ് കാണുന്നത്. കന്യകമറിയാം ഗർഭിണിയാണ് എന്ന് സമൂഹം അറിയുമ്പോൾ ഏൽക്കേണ്ടി വരുന്ന കല്ലേറുകളുടെ അതിദാരുണമായ വേദന നന്നായി മനസ്സിലാക്കിക്കൊണ്ടും സമൂഹം അർപ്പിക്കുന്നതായ വെറുപ്പിനെ, വിദ്വേഷത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടും കന്യകമറിയാം ഈ സദ്വാർത്തയെ സ്വീകരിക്കുകയാണ്. എന്തിനാണത് സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ താൻ ഗർഭം ധരിച്ച് ഗർഭമായ അവസ്ഥയിലേക്ക് വന്നു എന്ന് ആരെയും കാണിക്കുവാനല്ലല്ലോ. എന്നാൽ താൻ ഈ വചനം സ്വീകരിച്ചത് ലോകത്തിന് ഉണ്ടാകുവാൻ പോകുന്ന രക്ഷയ്ക്ക് താൻ ഒരു വാഹനമായി മാറുന്നതിന് തന്നെ തന്നെ സമർപ്പിക്കുകയായിരുന്നു. അപ്പം ദൈവത്തിന് പ്രവേശിക്കുവാൻ, ദൈവത്തിന് ലോകത്തിൽ അവതരിക്കുവാനുള്ള മാനുഷിക രഥമായ കന്യകമറിയാമിനെ തിരഞ്ഞെടുത്തപ്പോൾ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുവാൻ കന്യകമറിയാമിന് തയ്യാറായി. ഇത് ലോകത്തിൽ ജീവിക്കുന്ന നമുക്കാർക്കും സാധിക്കുമോ എന്ന് ചിന്തിക്കണം. ലോകത്തിൽ ഇതിനു മുമ്പ് ജീവിച്ചിട്ടുള്ള ആർക്കും സാധിച്ചിട്ടില്ല. ഇനിയുമുള്ളവർക്ക് സാധിക്കുമോ എന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് നാം ചോദിക്കണം. അപ്പം ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ളതായ പോക്ക് വെറും ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോൾ അതിനെ തുടച്ച് ശരി, അവിടുത്തെ ഇഷ്ടപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വസിക്കുന്നതിൻ്റെ പൂർണ്ണ ഒരു ഗ്രഹമായി മാറുന്നതിന് കന്യകമറിയാൻ തയ്യാറായി എന്നുള്ളതാണ് ഈ രക്ഷാകര പദ്ധതിയുടെ നിദാനം, അടിസ്ഥാനം. ആ രക്ഷാകര പദ്ധതിയിൽ നിന്നാണ് വീണ്ടുമുള്ളതായ എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. കന്യകമറിയാമിനോട് പറഞ്ഞു, നീ ഗർഭിണിയാകും, അതുപോലെ തന്നെ നിൻ്റെ ചാർച്ചക്കാരി എലിശബ മച്ചി എന്ന് വിളിക്കപ്പെട്ടവളാണ്. എന്നാൽ മലനാട്ടിൽ എയിൻകരീൻ എന്ന് പറയുന്ന സ്ഥലത്ത് സക്കറിയ പുരോഹിതൻ്റെ ഭാര്യയായ നിൻ്റെ ചാർച്ചക്കാരി എലിശബ ഗർഭിണിയായി കഴിഞ്ഞു. അവൾ 6 മാസം ഇപ്പോൾ ഗർഭിണിയാണ്. കന്യകമറിയാമിൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ദൈവമാണ്. എലിസബേത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ദൈവത്തിന് വഴിയൊരുക്കുവാനുള്ള യോഹന്നാൻ സ്നാപകനാണ്. കന്യകമറിയാം ഗർഭിണിയായി എന്ന് ആയപ്പോൾ പല പ്രതിസന്ധികൾ, പല പിരിമുറുക്കങ്ങൾ, പല സ്വപ്നങ്ങളിലൂടെയും ദിവ്യ വെളിപാടിലൂടെയും യൗസേഫിനെയും കന്യകമറിയാമിനെയും ബലപ്പെടുത്തുന്ന ദൈവം എലിസബേത്തിൽ കാണിച്ചതായ വലിയ കൃപയെ തൻ്റെ സഹായം കൊണ്ട് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ പോലെ ഗർഭാവസ്ഥ വരുമ്പോൾ ബെഡ് റെസ്റ്റോ അല്ലെ അങ്ങനെയുള്ളതായ കാര്യങ്ങളല്ല. ആ ഗർഭസ്ഥ അവസ്ഥയിൽ മലനാട് കയറുന്നതിന് നസ്രയത്തിൽ നിന്ന് ബേത്ലഹേമിൽ വന്നെത്തണമെങ്കിൽ എത്രമാത്രം ദീർഘദൂര യാത്ര ഉണ്ട് എന്നവിടെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, അല്ലെ ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. ആ സാഹചര്യത്തിൽ കന്യകമറിയാം തൻ്റെ ഗർഭാവസ്ഥയിൽ തന്നെ എലിസബേത്തിനെ കാണുവാനായിട്ട് മലനാട് കയറുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത അതാണ്. സഭകൾ ഇന്ന് ഈ സേവന രംഗത്ത് എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. സഭാ സംഘടനകൾ, മത നേതാക്കൾ, മതസംഘടനകൾ ഇതുപോലുള്ളതായ ആവശ്യക്കാരുടെ മുമ്പാകെ തന്നിലേറ്റിയിരിക്കുന്നതായ ദൈവത്തെ കൊടുത്തുകൊണ്ട് ശുശ്രൂഷിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പട്ടിണിയായി കിടക്കുന്ന എത്ര പേരുണ്ട്, വേദനിക്കുന്ന എത്ര പേരുണ്ട്, ചികിത്സ ലഭിക്കാതെ കഴിയുന്ന എത്ര രോഗികളുണ്ട്. അവരെയൊക്കെ ശുശ്രൂഷിപ്പാൻ ദൈവമാതാവിൻ്റെ ഉള്ളിലായിരിക്കുന്ന ദൈവം മാതാവിനെ ചലിപ്പിച്ചെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന നമുക്ക് ഈ ചലനാത്മകമായ ആധ്യാത്മികത ഏറെ ആവശ്യമാണ്. ഇതില്ലാത്ത സഭയുടെ കാരം നഷ്ടപ്പെടുന്നുണ്ട്. ഇതില്ലാത്തതായ സംഘടനകൾ വെറും ബഹുസ്ഫുരണങ്ങളായി മാറുന്നുണ്ട്. എന്നാൽ സത്യമായും വേണ്ടത് ക്രിസ്മസിൻ്റെ സമയങ്ങളിൽ കഷ്ടപ്പെടുന്നവരെ ശുശ്രൂഷിക്കുവാനുള്ള മനോഭാവം കന്യകമറിയാൻ നമുക്ക് തന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്മസ് പണക്കാരൻ്റെ ആഘോഷമല്ല. ക്രിസ്മസ്
സാധുക്കളുടെ ആഘോഷമാണ്. കാരണം യേശുക്രിസ്തുവിനെ പോലെ സാധുക്കളിൽ സാധുക്കളായി ഈ ലോകത്തിൽ ജനിക്കുവാൻ മറ്റ് ഒരു അവതാര പുരുഷനും സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ചിന്തനീയമായ കാര്യമാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കന്യകമറിയാം യേശു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് പുൽക്കൂട്ടിൽ കിടത്തി എന്നാണ്. പ്രസവിച്ചത് പുൽക്കൂട്ടിലാണെന്നല്ല പറയുന്നത്, പുൽക്കൂട്ടിൽ കിടത്തി. അതിൻ്റെ അർത്ഥം വഴിയേരിയിൽ എവിടെയോ ആവാം ഈ പ്രസവം നടന്നത്. ആരെയാണ് പ്രസവിച്ചത്? ദൈവാദി ദൈവത്തെയാണ്, ദൈവപുത്രനെയാണ്, ലോകത്തിൻ്റെ രക്ഷകനെയാണ്, സമാധാനത്തിൻ്റെ പ്രഭുവിനെയാണ്. ഇത് സാധുക്കളായിരിക്കുന്നവരുടെ ആ പ്രകാശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വേഷം ധരിച്ച് അവരിൽ ഒരുവനായി കന്യകമറിയാം യേശുക്രിസ്തുവിന് ജന്മം നൽകുമ്പോൾ ക്രിസ്മസിന് അർത്ഥമുണ്ടാകും. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ളതായ മനോഭാവം ക്രിസ്മസ് ആഘോഷിക്കുന്ന ലോക ജനതയ്ക്ക് മുഴുവൻ ഉണ്ടാവണം. ക്രിസ്മസ് ക്രൈസ്തവൻ്റെ മാത്രം ഉത്സവമല്ല, സർവ്വലോകത്തിനും സമാധാനം തരുന്നതായ ഉത്സവമാണ് ദൈവപുത്രൻ്റെ ജനനം. അതുകൊണ്ട് സാധുക്കളുടെ മുമ്പാകെ സമർപ്പിക്കുന്ന കാഴ്ചകൾ നമ്മുടെ ക്രിസ്മസ് സമ്മാനങ്ങളായി മാറട്ടെ. സ്കോട്ട്ലൻഡിൽ ഒരു ദേവാലയത്തിൽ ഒരു മണിമന്ദിരമുണ്ട്, അവിടെ ഒരു മണിയുണ്ട്. ആ മണിക്ക് ചരടില്ല. ആ പള്ളിയിൽ സ്കോട്ട്ലൻഡിലെ രാജാവും രാജ്ഞിയും രാജപ്രമുഖരും ക്രിസ്മസ് ഈവിന് 24-ാം തീയതിയായിട്ട് പ്രാർത്ഥിക്കുവാൻ വരും. ആ മണി അടിക്കുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്രകാരമുള്ള ഒരു സമ്മാനം ആര് കൊണ്ടുവരുന്നു, അവർ വരുമ്പോൾ തനിയെ മണി അടിക്കും. ഒരിക്കൽ ക്രിസ്മസ് നടക്കുമ്പോൾ രാജാവ് ഒരു സ്വർണ്ണ ഉണ്ണിയേശുവിൻ്റെ രൂപം അവിടെ സമർപ്പിച്ചു. രാജ്ഞിക്ക് വന്ന് കിരീടം വെച്ചു. മാതാവ് വന്ന് പാതുകം ധരിപ്പിച്ചു. ഒരു മണിയും അടിച്ചില്ല. എന്നാൽ ഒരു സാധുവായ ബാലൻ അവന് ഓടി ഒരു പുതപ്പും പുതച്ചു കൊണ്ടുവന്ന 2 നാണയം അവിടെ ഇട്ടപ്പോൾ മണി താനെ മുഴങ്ങി. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പള്ളിയിലേക്ക് വരുന്ന വഴി ഒരു സാധു സ്ത്രീ വീണ് മഞ്ഞിനകത്ത് കിടന്ന് ഞെരങ്ങുമ്പോൾ എൻ്റെ ജാക്കറ്റ് പുതപ്പിച്ചു വന്നു, എൻ്റെ സഹോദരൻ നീ പോയി പള്ളിയിൽ കാഴ്ച സമർപ്പിക്കുകയും ഞാൻ ഈ മാതാവിനെ പരിരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് എന്നെ അയച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ മണി മുഴങ്ങി. രാജാവും പരിവാരവും ഒരുമിച്ച് ഈ മാതാവിനെ രക്ഷപ്പെടുത്തുന്നതിന് ഇറങ്ങിത്തിരിച്ചു. ഞാനിത് പറയുന്നത് ക്രിസ്മസ് വാസ്തവത്തിൽ സാധുക്കളുടേതാണ്, സാധുക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട സന്ദർഭമാണ്. അപ്പം അതുകൊണ്ട് ദൈവമാതാവിൻ്റെ കന്യകമറിയാമിൻ്റെ ഈ രക്ഷാകര പദ്ധതിയിലുള്ളതായ സമർപ്പണം വളരെയേറെ വിലയേറിയതാണ്. ക്രിസ്മസിൻ്റെ ഈ വേളയിൽ കന്യകമറിയാമിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായ ദൂത് അത് വളരെ ശ്രേഷ്ഠമാണ്. സ്വർഗം തുറന്ന മാലാഖ കന്യകമറിയാമിനോട് തന്നിൽ ഉണ്ടാകുവാൻ പോകുന്ന ഗർഭസ്ഥ ശിശു ആരാണെന്നും എന്തിനാണ് ജനിക്കുന്നതെന്നും പറഞ്ഞു. അതുപോലെ തന്നെ എലിസബേത്തിനോട് സക്കറിയ പുരോഹിതനോട് പറഞ്ഞു, എന്തിനാണ് നിൻ്റെ ഭാര്യ ഗർഭിണിയാകുന്നത്, അവൻ്റെ ദൗത്യം എന്ത് എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ്റെ ദൗത്യവും യേശു തമ്പുരാൻ്റെ ദൗത്യവും അവരുടെ മാതാക്കൾ സമ്മേളിക്കുമ്പോൾ അവിടെ 2 ഗാനങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. ഒന്ന് എലിസബേത്ത് പാടി. എലിസബേത്തിൻ്റെ പാട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പാടിയെന്നാണ്. അപ്പോൾ എലിസബേത്ത് പാടിയത് പരിശുദ്ധാത്മാവിലൂടെയാണ്, പരിശുദ്ധാത്മാവ് പാടിയത് എലിസബേത്തിലൂടെ. അതുകൊണ്ട് കന്യകമറിയാമിനെ ദൈവമാതാവെന്ന് ആദ്യം വിളിച്ചത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെതിരായി ആരും പറയാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെതിരായി പറഞ്ഞാൽ വേദപുസ്തകം സാക്ഷിക്കുന്നത് മനുഷ്യരുടെ എല്ലാ പാപങ്ങളും മോചിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന പാപം മോചിക്കപ്പെടുകയില്ലെന്ന്. പരിശുദ്ധാത്മാവാണ് കന്യകമറിയാമിനെ ആദ്യം ദൈവമാതാവെന്ന് വിളിച്ചത്. അവിടെ നിന്ന് എലിസബേത്ത് പാടി, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്നുണ്ടായി. കന്യകമറിയാം വീണ്ടും പ്രതികരിച്ചത്, മറിയാം പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു. വലിയവനായവൻ, വലിയ നാമമുള്ളവൻ എങ്കിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ
കരുണ തലമുറകളോളമുണ്ട്. ആയതിനാൽ ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും. പരിശുദ്ധ തുബ്ദേനിൽ ചൊല്ലുന്നത് അങ്ങനെയാണ്. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവൾ, വെടിപ്പുള്ളവൾ, ഭാഗ്യമുള്ളവൾ, കന്യക, നിത്യകന്യക, ഇങ്ങനെ അനേക സംബോധനകൾ കന്യമറിയാമിനെക്കുറിച്ച് സഭ പറയുന്നു, സഭ അനുഷ്ഠിക്കുന്നു, സഭ അതിനെയേറെ പ്രകീർത്തിക്കുന്നു. യേശുതമ്പുരാനെ വഹിച്ചുകൊണ്ട് കന്യകമറിയാം പറഞ്ഞു, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും. ഈ എന്നിൽ ഉരുവായിരിക്കുന്നവൻ്റെ ദൗത്യം ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും മറിച്ചിട്ട് താഴ്മയുള്ളവരെ ഉയർത്തും. എ സോഷ്യൽ റിഫോർമേഷൻ, ഒരു സാമൂഹ്യ പരിഷ്കാരത്തിൻ്റെ വലിയ ധ്വനിയാണ് കന്യകമറിയാമിൽ നിന്ന് വന്നത്. രണ്ടാമത് കന്യകമറിയാം പറഞ്ഞു, അഹങ്കാരികളായവരെ അവൻ ചിതറിക്കും. ഇത് വാസ്തവത്തിൽ ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ എത്ര ആവശ്യമായ കാര്യമാണ്. മൂന്നാമത് പറഞ്ഞു, അവൻ ദരിദ്രന്മാരെ വീണ്ടെടുക്കും. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് താഴെയിടും. അവൻ കുപ്പയിൽ നിന്ന് മറ്റുള്ളവരെ കരയറ്റും. ഇതല്ലേ വാസ്തവത്തിൽ ഇന്നത്തെ പൊളിറ്റിക്കൽ നീഡ്, രാഷ്ട്രീയ ആവശ്യം ഇന്നതല്ലേ? ഇതല്ലേ ഇന്നത്തെ സാമ്പത്തിക സിദ്ധാന്തങ്ങളുടെ അടിത്തറ? അപ്പോൾ കന്യകമറിയാം പ്രസംഗിച്ചത് പാടിയതുമായ പാട്ട് വാസ്തവത്തിൽ ഇന്നത്തെ സാമൂഹ്യ പരിഷ്കരണത്തിന്, അല്ലെങ്കിൽ സാമൂഹ്യ അല്ലെങ്കിൽ സോഷ്യൽ റെവല്യൂഷൻ, ഓർ എ പൊളിറ്റിക്കൽ റെവല്യൂഷൻ, ഓർ എ ഫൈനാൻഷ്യൽ റെവല്യൂഷൻ, എല്ലാത്തിനും മാറ്റം വരുന്ന ഇന്നത്തെ സാമൂഹ്യ സാംസ്കാരിക തത്വസംഹിതകൾ തൻ്റെ ബാല്യത്തിൽ ആത്മാവ് നിറഞ്ഞ് ദൈവം നിറഞ്ഞ് പറഞ്ഞതായ ആ കന്യകമറിയാമാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ദൈവത്തെ ഉൾക്കൊള്ളുവാൻ ആർക്കൊക്കെ സാധിക്കുമോ, ദൈവത്തിൻ്റെ ഇഷ്ടം അനുഷ്ഠിക്കുവാൻ ആർക്കൊക്കെ സാധിക്കുമോ, അവരാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മാതാവ്. അതുകൊണ്ട് പുരുഷ സ്ത്രീ വ്യത്യാസമില്ലാതെ ദൈവപുത്രനെ ഉൾക്കൊണ്ടുകൊള്ളാൻ ഗർഭം ധരിച്ചുകൊണ്ട്, നന്മയെ ഗർഭം ധരിച്ച് നന്മയെ പ്രസവിക്കുവാൻ സാധിക്കുന്നവർക്കൊക്കെ കന്യകമറിയാം എന്നും ജീവിക്കുന്ന സാക്ഷ്യമാണ്, ജീവിക്കുന്ന ദൃഷ്ടാന്തമാണ്. ആ പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത ഏറ്റവും വലുതാണ്. കർത്താവ് പറഞ്ഞു, എന്നെ ആരെങ്കിലും അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ അവന് എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരണം. ഇവിടെയാണ് വാസ്തവത്തിൽ കന്യകമറിയാമിൻ്റെ ജീവിത ശ്രേഷ്ഠത. തന്നിലേക്ക് പ്രവേശിക്കും എന്ന് പ്രവചിച്ച വാളിനെ അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കുവാനും തീർക്കുവാനും കന്യകമറിയാമിന് സാധിച്ചു. എല്ലാം ഉപേക്ഷിച്ചു. പുത്രൻ തമ്പുരാൻ്റെ കൂടെ മുഴുവൻ പരസ്യ ശുശ്രൂഷയിൽ കൂടെ. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും ആധികാരികമായ സ്രോതസ് കന്യകമറിയാം തന്നെയാണ്. കാരണം പുത്രനെ ഉദരത്തിൽ ഉൾക്കൊണ്ടത് മുതൽ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും പെന്തിക്കോസ്തിയും സ്വർഗാരോഹണവും പെന്തിക്കോസ്തിയും ഒക്കെ മുഴുവൻ തന്നെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ട കന്യകമറിയാമിൽ നിന്ന് ലഭിച്ചതായ ഉപദേശങ്ങളും സുവിശേഷവുമാണ് വാസ്തവത്തിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷകരുടെ സുവിശേഷം അതിൻ്റെ പ്രധാന സ്രോതസ് കന്യകമറിയാം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സഭയുടെ അമ്മയാണ് കന്യകമറിയാം. ആ അമ്മയിലൂടെയാണ് രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് സാധിച്ചത്. ലോകത്തിന് ദൈവത്തെ കൊടുക്കുന്നതിന് അമ്മ എത്രമാത്രം വേദനകൾ സഹിച്ചു. തൻ്റെ സ്വന്തം പുത്രനെ കഷ്ടപ്പെടുത്തുന്നതും ഉപദ്രവിക്കുന്നതും മരിക്കുന്നതും ക്രൂശി തൂക്കുന്നതും ഒക്കെ നേരിട്ട് കണ്ട അമ്മ നമ്മെ ഒരു കാര്യം ഈ ദിവസങ്ങളിൽ ഭരമേൽപ്പിക്കട്ടെ. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. ഈ വലിയ ഭരമേൽപ്പീര് ഈ ക്രിസ്മസിന് നമുക്ക് ആധ്യാത്മികമായ വലിയ ആധ്യാത്മികമായ ഉത്തേജനം നമുക്ക് ലഭിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ച് ഈ ക്രിസ്മസ് ഒരു നല്ല അനുഭവമുണ്ടായി, രക്ഷയുടെ അനുഭവം ഉണ്ടായി. ക്രിസ്മസിന് ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലെ രാജഭോഗങ്ങളിൽ വീഴുന്നതിനല്ല, ചലനാത്മകമായ നക്ഷത്രം നമ്മെ ബേദലഹേം പുൽക്കൂട്ടിലേക്ക് നയിച്ച് ആട്ടിടയന്മാരെ പോലെ, മുഗൂശന്മാരെ പോലെ, വിദ്വാൻമാരെ പോലെ കാഴ്ചകളർപ്പിച്ച് മുട്ടുമടക്കി അവൻ്റെ മുമ്പാകെ സമർപ്പണം ചെയ്ത് ഈ ക്രിസ്മസ് സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ
വരദാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുഭവമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ മംഗളാശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സംരക്ഷിത ജാതികളിൽ വരുവിൻ, പാടിൻ തനയൻ തൻ ജനനത്തിൽ സ്തോത്രം